പുതിയ എംപ്ലോയി ഇന്ന് ജോയിൻ ചെയ്യുന്നല്ലേ പറഞ്ഞ്? ആ, ഇന്ന് തൊട്ട് വരുമെന്നാ പറഞ്ഞ്. അവൻ എന്ത് കണ്ടിട്ടാണാവോ ഇവിടെ തന്നെ ജോലിക്ക് കയറിയേ. ഇസ, സൂക്ഷിച്ചു കട്ട് ചെയ്തിട്ടോ, കത്തിയാണ് കയ്യിലിരിക്കണേ. അയ്യോ, വന്ന് വന്ന് നിന്റെ തന്തവയ്പ് കൂടി കൂടി വരുക. നിനക്ക് എന്നെ കണ്ടിട്ട് എന്തായിട്ടാ തോന്നണേ? 5 വയസ്സുള്ള കൊച്ചായിട്ട് വല്ലതും തോന്നണുണ്ടാ? എനിക്കറിയാട്ടാ കത്തി എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ. ഡയലോഗ് അടിക്കണൊക്കെ കൊള്ളാം. ആ കൈ എങ്ങാനും മുറിച്ച് ഇവിടെ ഇരുന്നാലുണ്ടല്ലോ, ഞാൻ തിരിഞ്ഞു നോക്കൂലട്ടാ. വേണ്ട, നീ നോക്കണ്ട, എനിക്കറിയാം എന്റെ കാര്യം നോക്കാ. എന്റെ കൈ ഇസ, ഇന്നാ ഈ വെള്ളം കുടിക്ക്. നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതാണോ നോക്കിയും കണ്ടും മുറിക്കണമെന്ന്? അതെങ്ങനെയാ? എല്ലാം അവനെ കുട്ടിക്കളിയാണ്. ഇന്നെന്തായാലും ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. ഏയ് വേണ്ട, ഞാനും വരുക. ഇനി ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ഞാൻ വേണ്ടാത്തൊക്കെ ആലോചിച്ച് കൂട്ടും. വന്നതൊക്കെ കൊള്ളാം. വല്ല വയ്യാഴിക ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്നോട് പറഞ്ഞോണം. മിണ്ടാതിരിക്കരുത്, കേട്ടല്ല? ഓ ശരി തമ്പ്ര. ജോസഫ് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് ജോലിക്കെടുത്തത്. ഇവിടെ മര്യാദക്ക് നിൽക്കുവാണെങ്കിൽ നിനക്കൂടാൻ വില വിളച്ചിലെടുക്കാനാണെന്നുള്ള ഉദ്ദേശമെങ്കിൽ നീ എന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്നറിയും. ഓ, 2-3 നേരത്തെ എത്തിയത് കുറച്ചുകൂടെ വൈകി വന്നാ പോരായിരുന്നു. വന്ന് കേറിയില്ല, അപ്പോഴത്തേക്കും തുടങ്ങി. ഈ പോക്കാണെങ്കിൽ ഞാൻ ഈ കാലമാടാൻ എന്തെങ്കിലും ചെയ്യൂട്ടാ. മിണ്ടാതിരിയടാ. എന്തോ ആ രണ്ടും കൂടാ പുതിയൊരുത്തം വന്നേക്കണോണ്ട് ഞാൻ ഒന്നും മിണ്ടണില്ലെന്ന്. ഇവനാ ഞാൻ എവിടെയോ? ഇവരവനല്ലേ? എന്തുവാടാ രണ്ടും പൊട്ടം കളിച്ച് നിൽക്കണ? എനിക്കൊരു ഡൗട്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു മാസ്കുമാന്റെ കാര്യം. ഇവനൊരു മാസ്ക് വെച്ച് വന്നു കഴിഞ്ഞാൽ ശരിക്കും അയാളെ പോലെ ഇരിക്കും. ഏയ്, എന്തായാലും ഇത് മാസ്കുമാനല്ല. നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോ മാസ്കുമാൻ ഇത്തിരി ടെററാ, പക്ഷെ ഇവനൊരു കുണുവാവയാ. കുണുവാവേ? എന്തൊക്കെയാണ് പറയണത്? വെളിവില്ലാന്നറിയാ, പിന്നെയും പിന്നെ അത് തെളിച്ചോണ്ടിരിക്കുകയും. ആടാ, ഇനി അങ്ങനെ പറ. എനിക്ക് വെളിവുള്ളോണ്ടാണ് ഞാൻ അവൻ കുണുവാവയാണെന്ന് പറഞ്ഞത്. എടാ, അന്ന് ഹോട്ടലിൽ വെച്ച് ഒരുത്തേക്ക് അറിഞ്ഞിട്ട് ഞാൻ റൂമിലാക്കിയില്ലേ, അവനാണ് അവൻ. പിന്നെ എന്തുവാടാ നിനക്കൊക്കെ? കൊച്ചെറുക്ക, ഇവന്മാരെ നിനക്കെല്ലാം കാണിച്ചു തരും. നിങ്ങളെ രണ്ടുപേരും എന്റെ കൂടെ വാ, അപ്പുറത്തെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെക്കാനുണ്ട്. ഈസ, നീ ഇവിടെ എല്ലാം കാണിച്ചു കൊടുക്ക്. ഹായ്, തനിക്കെന്താ മനസ്സിലായോടോ? ഇല്ല. എടോ, ഒന്ന് പാരഡൈസ് പബ്ബിൽ വെച്ച് തന്നെ റൂമിലാക്കിയത് ഞാൻ അവിടെ കിടന്ന് കരഞ്ഞിട്ട്. ഓ, അത് താനായിരുന്നല്ലേ? താങ്ക്സ്. അന്ന് റൂം എടുത്തതിന്റെ പൈസ ഒക്കെ കൊടുത്തായിരുന്നല്ലോ അല്ലേ? വെറുതെ ഒന്ന് ചോദിച്ചതാട്ടോ. ആ, അതൊക്കെ പേ ചെയ്തായിരുന്നു. അതൊക്കെ പോട്ടെ, എന്റെ പേര് ഇസഹാഖ് ഐസക്. ഇസാന്ന് വിളിച്ചാ മതി. ഹായ്, ആ മേതൻ. തന്നെ എല്ലാരും ഇസാന്നല്ലേ വിളിക്കണേ? എനിക്കെന്തോ തന്നെ കണ്ടിട്ട് ഇസാന്ന് വിളിക്കാൻ തോന്നണില്ല. അതെന്താടോ? ഐ ഡോണ്ട് നോ, മേ ബി എല്ലാരും വിളിക്കുന്നുണ്ടാവാം. തന്നെ ഞാൻ കുക്കിന്ന് വിളിച്ചോട്ടെ? എനി പ്രോബ്ലം? കുക്കി, അത് കൊള്ളാലോ. എനിക്കെന്ത് പ്രോബ്ലം? താൻ വിളിച്ചോടോ. വാ, തനിക്ക് ഞാൻ ഇവിടെ എല്ലാം കാണിച്ചു തരാം. ഇനി നമ്മളിവിടെ സംസാരിച്ചോണ്ട് നിൽക്കണ കണ്ടാൽ ആ കാലമാടം വന്ന് ഒച്ചെടുക്കാൻ തുടങ്ങും. താനിവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് പതിയെ പരിചയപ്പെടാം. നമുക്ക് ആദ്യം ഒരു കോഫി കുടിച്ചിട്ട് തുടങ്ങാം അല്ലേ?
കൂട്ടുവിളിക്കുന്നേ മാരൻ നിന്നെ കൂകിക്കുറുകി കൂട്ടുവിളിക്കുന്നേ തങ്കക്കൊലുസല്ലേ കുറുകും കുയിലല്ലേ മാരനുമയിലല്ലേ ഹോയ് തങ്കക്കൊലുസല്ലേ കുറുകും കുയിലല്ലേ മാരനുമയിലല്ലേ जिया जले जा जले नैनो तले धुआं चले रात भर धुआं चले जानू ना जानू ना जानू ना കോഫി കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ, അല്ലെങ്കിൽ വേണ്ട, ആദ്യം ഞാൻ തന്നെ കുടിച്ചേക്കാം. धुआं चले रात भर ഇസ ഒന്ന് വന്നേടാ. താൻ ഈ കോഫി കുടിക്കേ, അപ്പോഴത്തേക്കും ഞാൻ വേഗം വരാട്ടോ. തേൻ്റെ ഈ കോഫിയും കൂടെ ഒന്ന് നോക്കിക്കോണേ, ആരും എടുത്ത് കുടിക്കാതെ. जा जले हो നെഞ്ചിനിലെ ഊഞ്ചലേ നാണങ്ങൾ എൻ കണ്ണിലെ സിവന്തതേ എൻ മഞ്ചളേ ഇതെന്തുവാ മാൻ, ആരെങ്കിലും ഒന്ന് പൊക്കിയെടുത്തോണ്ട് പോയാ പോലും അറിയില്ലാലോ. ഞാൻ വിചാരിച്ചു നീ നേരെ വീട്ടിലേക്ക് പോകുന്നു. ഫസ്റ്റ് എന്റെ ആളെ കണ്ടോ? കണ്ടോന്നോ? അവനോട് കൊറേ സംസാരിച്ച് അവൻ ഭയങ്കര ടോക്കറ്റീവാ. എന്തൊരു ക്യൂട്ടാന്നറിയോ. സെയിം ടൈം ഫണ്ണിയാണ് അവൻ. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. അവൻ എന്നോട് മാത്രം അങ്ങനെ കളിച്ചും ചിരിച്ചും സംസാരിച്ചാൽ മതി. പിന്നെ ആ കഫേയുടെ ഓണർ എത്ര ധൈര്യം ഉണ്ടായിട്ട് അയാൾ എന്നോട് അങ്ങനെ സംസാരിച്ചത്. കൊക്കി ആ ടൈമിൽ വന്നില്ലായിരുന്നെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ഞാൻ അയാളെ കൊന്നു കളഞ്ഞേനെ. എടുത്തു ചാടി ഓരോന്നും ചെയ്യണേക്ക് മുന്നേ നല്ലോണം ആലോചിക്കുക. അവരെ നിനക്ക് വേണമെങ്കിൽ കുറച്ച് ക്ഷമിച്ചും സഹിച്ചൊക്കെ നിൽക്കേണ്ടി വരും. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയുണ്ട്? അവരൊക്കെ ആയിട്ട് നീ കമ്പനി ആയോ? ഞാൻ വേറെ ആരോടും സംസാരിക്കാൻ പോയില്ല. എനിക്ക് അവരെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമുണ്ടെന്നും തോന്നിയില്ല. ഞാൻ എന്റെ കുക്കിക്ക് വേണ്ടി അങ്ങോട്ട് പോയത്. അതുകൊണ്ട് എനിക്ക് അവന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നിന്റെ ഇതേ ആറ്റിറ്റ്യൂഡ് വെച്ച് നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഒന്നും നടക്കാൻ പോണില്ല. അവന്റെ കൂടെയുള്ളവരോട് അവന്റെ ഇഷ്ടങ്ങളും അവന്റെ കാര്യങ്ങളും ഒക്കെ ചോദിക്കാണ്ട് അവനെയും വായി നോക്കി അവിടെ നിന്നാനുണ്ടല്ല, വേറെ ആരെങ്കിലും അവനെ കുത്തിക്കൊണ്ടുപോകും. ഇഷാൻ, കിടന്ന് ഒച്ച വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഉള്ളതാ പറഞ്ഞേ. ഇവിടെ എന്താണ് മോനെ രാത്രി പരിപാടി? ഏയ് വെറുതെ. മമ്മി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇനി എന്നാ അങ്ങോട്ട് ചെല്ലണേന്ന് ചോദിച്ചു. നമുക്ക് ഈ വീക്കെൻഡ് പോകാം. ആ അത് പറഞ്ഞപ്പോഴാണ്, എടാ ഇന്ന് വന്നവൻ എനിക്ക് അത്ര വെടുപ്പായിട്ട് തോന്നണില്ല. നീ ഇതാരുടെ കാര്യം പറയണേ? ഓ നിന്റെ കുണുവാവ. പോടാ, അവനൊരു പാവ. അവനിക്ക് പേരൊക്കെ ഇട്ട് കുക്കി കൊള്ളാലേ. ഓ അപ്പൊ അവിടെ വരെ എത്തി കാര്യങ്ങള്. അവൻ എന്താടാ നിന്നോട് മാത്രം മിണ്ടൂടാ, ഞങ്ങളോടൊന്നും മിണ്ടൂലേ? എന്താ മോനെ, ചെല്ലിയാണോ? അയ്യേ ജഡ്ജി അടിക്കാൻ പറ്റിയൊരു സാധനം. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അവനെ കാണുമ്പോ മൊത്തത്തിലൊരു നെഗറ്റീവ് വൈബാണ്. അതിനവനൊന്ന് വന്നതല്ലേ ഉള്ളൂടാ, അപ്പോഴത്തേക്കും നീ അവനെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയ. ജഡ്ജ് ചെയ്തതല്ല, എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞതുള്ളൂ. എന്തായാലും അധികം അടുക്കാനൊന്നും നിൽക്കണ്ട, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഒന്നാമത്തെ ഒരു വള്ളിക്കെട്ടായിട്ടാണ് നിന്റെ വരവ്. ഇതിന്റെയും കൂടി ഒരു കുറവുള്ളൂ. എന്തായാലും അവൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. ഓ നമ്മളൊന്നും ഇല്ലേ? ഞാൻ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കാൻ ഒരേ ഒരു കാരണം നീയാ. ഈ ഹാപ്പിനെസ് ഇന്നും കൂടി ഉണ്ടാവാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റേത് മാത്രമാക്കാൻ ഞാൻ എന്തും ചെയ്യും. ആരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ നിന്നെ എന്റേതാക്കും. വെയിറ്റ് ആൻഡ് സീ.